സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് നമ്മൾ ചേരാൻ പോകുന്നത്. ഈ പുതിയ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച രാവിൽ ഇന്ന് നമ്മളൊരു അത്ഭുത സ്വലാത്ത് പരിചയപ്പെടും. സ്വലാത്തുൽ ഇൻഖാദ്. ആ സ്വലാത്താണ്. ഈ സ്വലാത്തിൻ്റെ പവർ എന്താണെന്നറിയോ? ഈ സ്വലാത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഈ സ്വലാത്തൊരു പ്രത്യേക എണ്ണം ചൊല്ലിയിട്ട് നമ്മൾ കാര്യങ്ങൾ അള്ളാൻ്റെ മുന്നിൽ വെച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നു കിട്ടുക? അത്ഭുതകരമാണ്. ഈ സ്വലാത്ത് ചൊല്ലാൻ പറ്റാത്തവർക്ക് വലിയൊരു നിർഭാഗ്യമാണ്, ഭാഗ്യക്കേടാണ്. ഏതാ സ്വലാത്ത്? ഈ സ്വലാത്തിൻ്റെ പവർ എന്താ? ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടത്? ഇതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം നൽകട്ടെ. അവൻ്റെ മഹലായ ഫضل കൊണ്ട്, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹ് കൊണ്ട് എല്ലാ ശർറിൽ നിന്നും, രോഗത്തിൽ നിന്നും, പ്രയാസത്തിൽ നിന്നും അല്ലാഹു കാവൽ നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, സഫർ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലാണ് ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത്. ഈ പരിശുദ്ധമായ രാവിൽ, വെള്ളിയാഴ്ച രാവ് ഏറ്റവും പരിശുദ്ധമാണ്. അതായത് ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടെയാണല്ലോ. അപ്പോൾ ഈ രാവിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്, നമുക്കറിയാം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല സ്വലാത്താണ്. വെള്ളിയാഴ്ച രാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈമാനുള്ളവരുടെ കൽബിലേക്ക് സ്വലാത്തിൻ്റെ രാവ് എന്നിങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടല്ലോ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ സ്വലാത്ത് ഒരു വിഷയം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ ഖൈറും നമുക്ക് കിട്ടാനും, ജീവിതത്തിൽ തട്ടിമാറ്റി കളയേണ്ട, മാറിപ്പോകേണ്ട എല്ലാ സെറിൽ നിന്നും നമുക്ക് കാവൽ, സലാമത്ത് കിട്ടാനും ഏറ്റവും സിമ്പിളായ മാർഗമാണ് സ്വലാത്ത്. മതങ്ങളുടെ സ്വലാത്ത്. ആ സ്വലാത്ത് എങ്ങനെ, എവിടെ ഇരുന്ന്, കിടന്നോ ഇരുന്നോ എങ്ങനെയും ചൊല്ലാമല്ലോ, ആർക്കും ചൊല്ലാമല്ലോ, ചൊല്ലിയാൽ സ്വീകരിക്കുന്ന ഉറപ്പാണല്ലോ. അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഞാനും മലക്കുകളും ചൊല്ലുന്നുണ്ട് എന്ന് അഭിമാനം പറഞ്ഞ ഒരേ ഒരു അമൽ ഈ ഭൂമി ലോകത്ത് സ്വലാത്തല്ലേ ഉള്ളൂ. ആലോചിച്ച് നോക്കി. അത് മുഅ്മിനീങ്ങളോട് ഏറ്റെടുക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞില്ലേ? അപ്പോൾ അത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ഈമാനിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ വിജയം ഉറപ്പാണ്. ഈ സ്വലാത്തിൻ്റെ ആളുകൾക്ക് ഒരിക്കലും പരാജയപ്പെടില്ല. അത് പ്രത്യേകിച്ച് സ്വലാത്ത് വേണമെന്നല്ല, ഇക്സാർ സ്വലാത്ത് അധികരിപ്പിക്കണം എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം, അതിന് ഗൗരവം ആലോചിക്കണം. ആ പരിശുദ്ധ രാവാണ് ഇന്നത്തെ രാവ്. ഇന്നത്തെ രാവിൽ നമുക്ക് സ്വലാത്ത്, ഏത് സ്വലാത്തും ചൊല്ലാം. വെള്ളിയാഴ്ച രാപ്പകലുകളിൽ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ 300 സ്വലാത്തിൽ കുറയാൻ പാടില്ല എന്ന് ഉലമ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വേണം ഏത് സ്വലാത്താണെങ്കിലും. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സ്വലാത്ത് സ്വലാത്തുൽ ഇൻഖാദ് എന്ന് പറയുന്ന സ്വലാത്തുൽ ഇൻഖാദ്. എന്താ സ്വലാത്തുൽ ഇൻഖാദ്? രക്ഷയുടെ, സലാമത്തിൻ്റെ സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് സലാമത്താണ്. ഈ സ്വലാത്ത് ഓതുന്നവർക്ക് സലാമത്താണ്. ഈ സ്വലാത്ത് ഉപയോഗപ്പെടുത്തുന്നവർക്ക് സലാമത്താണ്. എവിടെ സലാമത്ത്? എവിടെയാണ് സലാമത്ത് വേണ്ടത്? അവിടെയെല്ലാം സലാമത്താണ് ഈ സ്വലാത്ത്. അത്രയും പവർഫുള്ളാണ് സ്വലാത്തുൽ ഇൻഖാദ്. ഈ സ്വലാത്തിന് തുഞ്ചീന സ്വലാത്ത് എന്നും പറയാറുണ്ട്. നമ്മുടെ പഴയ കാലത്തെ ആലിമീങ്ങളെ, മഹത്തുക്കളായ വന്യനായ ഗുരുനാഥന്മാരെ, നമ്മുടെ ഉസ്താദുമാരെ, പ്രത്യേകിച്ച് കുറച്ച് പ്രായവും പക്വതയും വന്ന നമ്മുടെ ഉലമാക്കളെ നമ്മൾ കേട്ടാൽ, അവർ സദസ്സിൽ ദുആ ചെയ്താൽ, ഒരു വീട്ടിൽ ദുആ ചെയ്താലും, ഒരു സദസ്സിൽ ദുആ ചെയ്താലും, ഒരു നാട്ടിൽ ദുആ ചെയ്താലും, ഒരു പ്രോഗ്രാമിൽ ദുആ ചെയ്താലും, അവരുടെ ദുആയിൻ്റെ ചേർന്ന് അവർ ചൊല്ലുന്ന സ്വലാത്ത് ഈ പരിശുദ്ധമായ തുഞ്ചീന സ്വലാത്താണ്. അല്ലെങ്കിൽ സ്വലാത്തുൽ ഇൻഖാദ്, സലാമത്തിൻ്റെ സ്വലാത്താണ്. അവരുടെ പതിവാണ്. അത് അവരുടെ ഗുരുനാഥന്മാരിലൂടെ അവർ കണ്ടുപഠിച്ചതാകാം ആ ഒരു ശൈലി. അത് കുറച്ച് പ്രായമുള്ളവരുടെ ഒരു നിത്യപതിവാണ്. അപ്പോൾ ഈ സ്വലാത്ത്, ഇതിന് സ്വലാത്തുൽ മുൻജിയ എന്ന് പേരുണ്ട്. നമുക്ക് ഭയങ്കരമായ പരിചയമുള്ളൊരു പേരാണ് സ്വലാത്തുൽ മുൻജിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്ന, കാവൽ കിട്ടുന്ന സ്വലാത്ത് എന്നാണ്. ഈ സ്വലാത്ത് പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈറുകൾ ആ വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഏതാ ഈ സ്വലാത്ത്? ഈ സ്വലാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആഫാത്ത്, മുസീബാത്തുകൾ, ബലിയാത്തുകൾ, അത് രോഗങ്ങളാകാം, കടങ്ങളാകാം, മാനസിക പ്രശ്നങ്ങളാകാം, കുടുംബപരമാകാം, എന്തുമാകാം, ശാരീരികമാകാം, എല്ലാറ്റിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ജമീഉൽ ബലാ, സകല എല്ലാ ബലായിൽ നിന്നും, പരീക്ഷണത്തിൽ നിന്നും, പ്രയാസത്തിൽ നിന്നും അല്ലാഹു സലാമത്ത് കൊടുക്കുന്നതാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സകല ഹാജാത്തുകളും, ഏതെങ്കിലും ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ നിറവേറ്റല്ല, പിന്നെ ജമീഉൽ ഹാജാത്ത്, സകല ആവശ്യങ്ങളും നിറവേറ്റിയെടുക്കാൻ പറ്റുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത്. മാത്രമല്ല എല്ലാ തിന്മയിൽ നിന്നും മൗഫറത്ത് കിട്ടുന്ന,
തെറ്റുകൾ ഒരുപാട് ചെയ്തു, ചെറുതും വലുതൊക്കെ ചെയ്തു. ഈ സ്വലാത്തിലിട്ട് കരഞ്ഞിട്ട് അള്ളാഹിനോട് തൗബ ചെയ്താൽ ആ തെറ്റുകൾ പൊറുക്കപ്പെടും, വലുതാകട്ടെ ചെറുതാകട്ടെ. അപ്പോൾ തെറ്റുകൾ പൊറുക്കപ്പെടുന്ന സയ്യിആത്തുകൾ തുടച്ചു നീക്കി വൃത്തിയാക്കുന്ന സ്വലാത്ത്, അതാണ് ഈ സ്വലാത്തിൻ്റെ പവർ. മാത്രമല്ല അള്ളാഹുവിൻ്റെ മുന്നിൽ ദറജ, ഗ്രേഡ് കൂടുക, പടച്ചവൻ്റെ മുന്നിൽ വലിയ ആളായി അള്ളാഹു തിരഞ്ഞെടുക്കുക. എത്ര വലിയ സെലക്ഷനാണത്! ആ സെലക്ഷൻ ഈ സ്വലാത്ത് കൊണ്ട് കിട്ടും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് തലക്ക വരെ എത്താൻ ഈ സ്വലാത്ത് കൊണ്ട് പറ്റും. അത് ജീവിതത്തിൽ സാമ്പത്തിക മേഖലയോ പഠന മേഖലയോ കുടുംബ മേഖലയോ സാമൂഹ്യ മേഖലയോ, നമ്മൾ ഉദ്ദേശിക്കുന്ന മേഖലയുടെ അങ്ങറ്റത്തേക്ക് നമുക്ക് പറന്ന് ചെല്ലാൻ പറ്റും. എന്തും നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും, കൈക്കലാക്കാൻ പറ്റുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത്. എല്ലാ ഖൈറാത്തുകളിലേക്കും നമുക്ക് അങ്ങറ്റം വരെ പോകാൻ പറ്റുന്ന സ്വലാത്താണ്. ജീവിതത്തിലും മരണശേഷവും എല്ലാം രക്ഷപ്പെടാൻ പറ്റുന്ന സ്വലാത്താണ്. ഇത്രയേറെ ഫضലുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഇൻഖാദ്, സലാമത്തിൻ്റെ സ്വലാത്ത്, അല്ലെങ്കിൽ സ്വലാത്തു തുഞ്ചീന സ്വലാത്ത്, അല്ലെങ്കിൽ സ്വലാത്തുൽ മുൻജിയ എന്നൊക്കെ പേര് പറയാൻ പറ്റും. ഈ സ്വലാത്ത് ജസ്റ്റ് ആ സ്വലാത്ത് ഒന്ന് പരിചയപ്പെടാം. ഇന്ന് മിനിമം വെള്ളിയാഴ്ച രാവിലെ ഒരു 100-ൽ കുറയാതെ നമ്മൾ ചൊല്ലണം. മറ്റു സ്വലാത്തൊക്കെ ചൊല്ലിക്കോളൂ, പക്ഷേ ഇത് 100-ൽ കുറയാതെ വെള്ളിയാഴ്ച രാവിലെ. പ്രത്യേകിച്ച് നമ്മൾ ദുആ ചെയ്യില്ല, നിസ്കാര ശേഷവും മറ്റൊക്കെ ദുആ ചെയ്യില്ലേ, ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ സ്വലാത്ത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താലോ, ഹംദു സ്വലാത്ത് വേണമല്ലോ, ഈ സ്വലാത്ത് അങ്ങോട്ട് ചേർത്തി കൊടുക്കുക. എത്ര പവറാണെന്നറിയോ? ആ സ്വലാത്ത് ഒന്ന് പരിചയപ്പെടാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വതഖലീലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് വതർഫഉനാ ബിഹാ ഇൻദക അലാ ദറജാത്ത് വതുബല്ലിഗുനാ ബിഹാ ഖസ്ൽ ഗായാതി മിൻ ജമീഇൽ ഖൈറാത്തി ഫിൽ ഹയാത്തി വബഅദൽ മമാത്ത്. ഇതാണ് ആ സ്വലാത്ത്. ഈ സ്വലാത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് സമർപ്പിക്കാൻ. ആ സ്വലാത്തിൻ്റെ പവർ എങ്ങനെയാണ്? മുഴുവൻ ആഫാത്ത് മുസീബാത്ത് ബലിയാത്തുകളെ തൊട്ട് കാവൽ നൽകുന്ന സ്വലാത്ത്, അതേപോലെ തന്നെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്ന സ്വലാത്ത്, തെറ്റുകളെല്ലാം മാപ്പ് നൽകുന്ന സ്വലാത്ത്, അതേപോലെ അള്ളാഹിൻ്റെ മുന്നിൽ ദറജ കൂടുന്ന സ്വലാത്ത്, എല്ലാ നന്മയിലും അങ്ങറ്റത്തേക്ക് പോകാൻ പറ്റുന്ന ഖൈറ്, ദുനിയാവിലും ആഖിറത്തിലും മരണത്തെ ശേഷമൊക്കെ ഖൈറ് കിട്ടുന്ന സ്വലാത്ത്. ഇതാണ് ആ സ്വലാത്ത്. ഇത് മനസ്സറിഞ്ഞ് ചൊല്ലണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇരുലോക വിജയം നമുക്ക് പ്രധാനം. എത്ര തിരക്കാണെങ്കിലും ഒരു 11 വട്ടെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലാതെ പോകരുത്. അൽഹംദുലില്ലാ, ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലുന്നൊരു പതിവുണ്ടെങ്കിൽ മുഴുവൻ മുൻജിയാത്തും നമ്മുടെ കൂടെ ഉണ്ടാവും. അള്ളാഹു അങ്ങനെ ആക്കട്ടെ, വിജയത്തിലും സലാമത്തിലും ആക്കട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.